നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരെ എത്രമാത്രം നമുക്ക് മനസ്സിലാക്കാനാകും? ഒരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് മാത്രമല്ല, അവൻ മറയ്ക്കുന്നതും നമുക്ക് കാണണം. ചാണക്യൻ പറഞ്ഞത് മനുഷ്യനെ തിരിച്ചറിയാൻ അവനെ പരീക്ഷിക്കുക. പണത്താൽ, അധികാരത്താൽ, പേടിയാൽ. ഇത് അത്രത്തോളം സത്യമാണ്. ഒരാളിന് ധനം ലഭിക്കുമ്പോൾ അവൻ ഹമ്പിൾ ആണോ, അരോഗന്റ് ആണോ എന്ന് നമുക്ക് ഉടൻ തന്നെ മനസ്സിലാകും. അധികാരം കിട്ടുമ്പോൾ ഒരാൾ നീതിയുള്ളവനോ സ്വാർത്ഥനോ ആണെന്ന് തെളിയും. ഭയം വന്നാൽ അവന്റെ യഥാർത്ഥ ധൈര്യവും പുറത്തുവരും. മനഃശാസ്ത്രം അതേ കാര്യമാണ് പഠിപ്പിക്കുന്നത്. അമിത സുഖമല്ല, പ്രതിസന്ധിയാണ് വ്യക്തിത്വം വെളിപ്പെടുത്തുന്നത്. ചാണക്യൻ വ്യക്തമാക്കി, വാക്കുകൾ വിശ്വസിക്കരുത്, പ്രതികരണം നോക്കുക. വാക്കുകൾ മായ്ച്ചുകൊണ്ടാവാം, പക്ഷേ ശരീരഭാഷയും കണ്ണുകളും സത്യം പറയും. അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം, മനുഷ്യന്റെ മനസ്സ് ദൃശ്യങ്ങൾക്കും വാക്കുകൾക്കും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്നു. അത് വായിക്കാൻ പഠിച്ചാൽ നിനക്ക് ലോകം മനസ്സിലാക്കാൻ സാധിക്കും. അതിനായി 5 സൂചനകൾ അദ്ദേഹം വ്യക്തമാക്കി. തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, ഒരു മനുഷ്യനെ പഠിക്കാൻ നീ അവന്റെ കണ്ണുകൾ, വാക്കുകൾ, പ്രവൃത്തികൾ, സൗഹൃദങ്ങൾ, പ്രതികരണങ്ങൾ ഇവ കാണുക. കണ്ണുകളെ എങ്ങനെയാണ് കാണുന്നത്? കണ്ണുകൾ മനസ്സിന്റെ വാതിലാണ്. ഒരു മനുഷ്യൻ പൊളിവ് പറയുമ്പോൾ കണ്ണുകൾ മാറി നോക്കും. അവിശ്വാസമുണ്ടെങ്കിൽ നേരെ കണ്ണിൽ നോക്കാൻ കഴിയില്ല. സന്തോഷമുള്ളവർക്ക് കണ്ണുകളിൽ സമാധാനം കാണാൻ, വിഷമമുള്ളവർക്ക് ഭാരവും കാണാൻ സാധിക്കും. രണ്ടാമതായി വാക്കുകൾ. ചാണക്യൻ പറഞ്ഞത് വാക്കുകൾക്കപ്പുറം ഉദ്ദേശം മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ മധുരമായി സംസാരിച്ചാലും ഉദ്ദേശം സ്വാർത്ഥമാകാം. വാക്കുകളുടെ താളവും ആവർത്തനവും ശ്രദ്ധിച്ചാൽ മനസ്സ് തുറക്കുകയും ചെയ്യും. മൂന്നാമതായി പ്രവൃത്തികൾ. അവൻ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് അവന്റെ യഥാർത്ഥ മുഖം. ചാണക്യൻ വ്യക്തമാക്കിയത്, പാവപ്പെട്ടവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കുക. അതവന്റെ യഥാർത്ഥ മനുഷ്യനെയാണ് കാണിക്കുന്നത്. നാലാമതായി സൗഹൃദം. ആൾ ആരോടാണ് സൗഹൃദം പുലർത്തുന്നത് എന്നാണ് അവന്റെ പ്രതിഫലനം. സ്വാർത്ഥരോടൊപ്പം സമയം ചിലവഴിക്കുന്നവൻ ദീർഘകാലം നിഷ്കളങ്കനായി നിൽക്കില്ല. അഞ്ചാമതായി പ്രതികരണം. പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം തെളിയും. ശാന്തനായവൻ അതിനിടയിൽ നിയന്ത്രണം പുലർത്തും. ചാണക്യൻ പഠിപ്പിച്ചത് പ്രതിസന്ധിയിൽ പ്രതിഫലനം നോക്കുക, അവിടെ സത്യം കാണാനും സാധിക്കും എന്നതാണ്. ഈ 5 കാര്യങ്ങളെയാണ് മനുഷ്യരുടെ സ്വഭാവം തിരിച്ചറിയാനുള്ള സൂചകങ്ങളായി വിശദമാക്കിയത്. ഇനി നമുക്ക് മനസ്സ് നിയന്ത്രിക്കാനുള്ള ചാണക്യന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാം. ചാണക്യൻ പറഞ്ഞത്, മനസ്സ് അടിമയല്ല, അത് രാജാവാണ്. അതിനെ നിയന്ത്രിച്ചാൽ ലോകം നിന്റെ അടിയിൽ വരും. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം സ്വയം നിരീക്ഷണമാണ്, അതായത് സെൽഫ് ഒബ്സർവേഷൻ. മനസ്സിൽ എന്ത് ചിന്തയാണെന്ന് നിരീക്ഷിക്കുക. ചിന്ത പിറക്കുമ്പോൾ അത് നിർത്താൻ ശ്രമിക്കാതെ നോക്കുക, അത് മങ്ങും. 3 ഘട്ടങ്ങളായാണ് അദ്ദേഹം വിശദമാക്കിയത്. ഒന്നാമതായി വീക്ഷണം, അതായത് ആദ്യം പ്രശ്നത്തെ തിരിച്ചറിയുക. രണ്ടാമതായി ധൈര്യം, ഉടൻ പ്രതികരിക്കാതെ സമയം കൊടുത്ത് അതിനെ വീക്ഷിക്കുക. മൂന്നാമതായി തന്ത്രം, ശരിയായ സമയം ശരിയായ നീക്കം കാണിക്കുക. മനഃശാസ്ത്രപരമായി ഇത് കോഗ്നിറ്റീവ് കൺട്രോൾ എന്നാണ് പറയുന്നത്. മനസ്സ് കാണുന്നതെല്ലാം വിശ്വസിക്കരുത്, ചിന്തയും യാഥാർത്ഥ്യവും വേറെയാണ്. ചാണക്യൻ പറഞ്ഞതുപോലെ, അലസനായ മനസ്സ് ശത്രുവാണ്, ശാന്തമായ മനസ്സ് ആയുധവുമാണ്. അതുകൊണ്ട് ദിവസവും കുറച്ചു സമയം നിശബ്ദനായിരിക്കാൻ നിങ്ങൾ മാറ്റിവെക്കണം. നിശബ്ദതയാണ് മനസ്സിന്റെ ശാസനമെന്നും തിരിച്ചറിയുക. ഇവയൊക്കെയാണ് മനസ്സ് നിയന്ത്രിക്കാനുള്ള ചാണക്യൻ വ്യക്തമാക്കിയ തന്ത്രങ്ങൾ. അടുത്തതായി മറ്റുള്ളവരെ വായിക്കുന്നതിലെ 4 തന്ത്രങ്ങൾ പറയാം. ചാണക്യൻ മനുഷ്യരെ വായിക്കാൻ തന്ത്രങ്ങൾ വികസിപ്പിച്ചിരുന്നു. ഒന്നാമതായി സൈലന്റ് സ്ട്രാറ്റജി. നിശബ്ദത ശക്തിയാണ്. നീ നിശബ്ദമായി ഇരിക്കുമ്പോൾ മറ്റുള്ളവൻ വെളിപ്പെടും. ആളുകൾ നിശബ്ദത സഹിക്കാറില്ല. അവൻ സംസാരിച്ച് സ്വന്തം മനസ്സ് തുറക്കുക തന്നെ ചെയ്യും. രണ്ടാമതായി ടെസ്റ്റ് സ്ട്രാറ്റജി. പരീക്ഷിക്കാതെ ആരെയും വിശ്വസിക്കരുത്. ചെറിയ പരീക്ഷണങ്ങൾ, സഹായം ചോദിക്കുക, പ്രശംസിക്കുക, അഭിപ്രായം ചോദിക്കുക. അവൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കുക. അവന്റെ സ്വഭാവം അതിലൂടെ നിങ്ങൾക്ക് തെളിയാൻ സാധിക്കും. മൂന്നാമതായി മിറർ സ്ട്രാറ്റജി. മറ്റുള്ളവരുടെ സ്വഭാവം അവർക്ക് തന്നെ കാണിക്കുക. അവൻ കോപിക്കുന്നുവെങ്കിൽ നീ ശാന്തനായി ഇരിക്കുക. അവൻ തന്റെ കോപം തിരിച്ചറിയുക തന്നെ ചെയ്യും. നാലാമതായി ലിസണിംഗ് സ്ട്രാറ്റജി, അതായത് കേൾക്കുന്നത് സംസാരിക്കുന്നതിനേക്കാൾ ശക്തമാണ്. മനഃശാസ്ത്രം പറയുന്നത് കേൾക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ആന്തരിക ചിന്ത പിടികൂടാൻ സാധിക്കുമെന്നാണ്. ചാണക്യൻ തന്നെയാണ് ഇത് വ്യക്തമാക്കിയത്. മനസ്സിൽ സംസാരിക്കുന്നവൻ വാക്കുകൾ കേൾക്കുന്നില്ല, വാക്കുകൾ കേൾക്കുന്നവൻ മനസ്സ് വായിക്കുന്നു. ഈ 4 തന്ത്രങ്ങളാണ് ചാണക്യൻ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്നതിനായി ഉപയോഗപ്പെടുത്തിയത്. അതുപോലെ തന്നെ ചാണക്യൻ വ്യക്തമാക്കിയ 3 വലിയ മനഃശാസ്ത്ര പാഠങ്ങളുണ്ട്. അവ കൂടി പറയാം. ഒന്നാമതായി, വിജയം മനസ്സിൽ തുടങ്ങുന്നു. നമ്മൾ ആദ്യം വിശ്വസിക്കണം. ചാണക്യൻ വ്യക്തമാക്കിയത്, സ്വയം വിശ്വാസമില്ലാത്തവൻ മറ്റുള്ളവരെയും വിശ്വസിക്കാനാവില്ല എന്നതാണ്. രണ്ടാമതായി, വാക്കുകൾക്ക് പിന്നിലെ ഉദ്ദേശം വായിക്കുക. ആൾ പറഞ്ഞതല്ല, എന്തുകൊണ്ട് പറഞ്ഞു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് യഥാർത്ഥ ബുദ്ധി. മൂന്നാമതായി, ഭയം തോൽപ്പിക്കുക. ഭയം തോൽപ്പിക്കുന്നവൻ ലോകം കീഴടക്കും. മനഃശാസ്ത്രം പറയുന്നുണ്ട്, ഭയം ഭ്രമത്തെ വളർത്തുന്നു, ധൈര്യം അറിവിനെ തുറക്കുന്നു. ചാണക്യൻ തന്റെ ജീവിതത്തിൽ ഇതെല്ലാം പ്രയോഗിച്ചിരുന്നു. അദ്ദേഹം അന്നത്തെ സാമ്രാജ്യത്തെ തകർത്തതല്ല, മനസ്സുകളെ മാറ്റിയതാണ്. ഇനി ഇന്നത്തെ ലോകത്തിൽ ചാണക്യന്റെ മനഃശാസ്ത്രം പ്രായോഗികമാക്കുന്നത് എങ്ങനെയെന്ന് പറയാം. ഇന്ന് ചാണക്യൻ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ മനഃശാസ്ത്രം എല്ലായിടത്തും പ്രയോഗിക്കാവുന്നതാണ്. അതായത് ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുടെ സ്വഭാവം നിങ്ങൾ വായിക്കുക.
ആരാണ് ജെനുവിൻ സപ്പോർട്ട് നൽകുന്നത്, ആരാണ് ഫേക്ക് മനസ്സിലാക്കുക. ബിസിനസ്സിലാണെങ്കിൽ ഉപഭോക്താവ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നവരാണ് വിജയിക്കുന്നത്. അതേസമയം ബന്ധങ്ങളിലാണെങ്കിലോ വാക്കുകൾക്കപ്പുറം മനസ്സുകൾ കാണുക. അവിടെയാണ് സത്യമായ ബന്ധം നിലനിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ ആരുടെ പ്രതികരണമാണ് നിങ്ങൾക്ക് ബാധിക്കുന്നതെന്ന് നിരീക്ഷിക്കുക. അതാണ് നിങ്ങളുടെ മനസ്സിന്റെ പ്രതിഫലനം. ഇനി ചാണക്യൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ലോകത്തെ മാറ്റാൻ കഴിയില്ല, പക്ഷെ നിങ്ങളുടെ ബുദ്ധിയുടെ മൂർച്ച കൂട്ടാൻ സാധിക്കും. ഇന്നത്തെ ലോകത്ത് അതാണ് പ്രധാനമായ തന്ത്രവും. ചാണക്യൻ പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രസക്തമാണ്. മനുഷ്യനെ ജയിക്കാൻ അവനെ മനസ്സിലാക്കണം, ലോകത്തെ ജയിക്കാൻ സ്വയം മനസ്സിലാക്കണം. ഇന്ന് നീ ഈ മനഃശാസ്ത്ര യാത്ര തുടങ്ങി. മറ്റുള്ളവരെ വായിക്കാൻ, സ്വയം മനസ്സിലാക്കാൻ, തെറ്റായ ബന്ധങ്ങളും ചിന്തകളും മാറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.